വിതുരമാങ്കാല പരുത്തിപ്പള്ളിയിൽ കാട്ടുപോത്ത് കിണറ്റിനുള്ളിൽ അകപ്പെട്ടു. വനം റേഞ്ച് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗമില്ലാത്ത കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത്. ഫയർഫോഴ്സ്, പോലീസ്, RRT സംഘം ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. കാട്ടുപോത്തിനെ കരയ്ക്കേറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, വനത്തിനോട് ചേർന്ന പ്രദേശത്ത് നിന്നും വന്നതാണ്. എവിടെയാണ് ഇപ്പോൾ ഈ കാട്ടുപോത്ത് പതിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് RRT സംഘത്തിന്റെ ശ്രമം? പ്രജീഷ്, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് കാട്ടുപോത്തിനെ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. JCBയിൽ കയർ ഉപയോഗിച്ച്, വടം ഉപയോഗിച്ച് പോത്തിനെ കെട്ടിവലിച്ചാണ് ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ വിതുര മാങ്കാട് പ്രദേശത്ത്, പരുത്തിപ്പള്ളി റേഞ്ചിന് കീഴിൽ വരുന്ന വിതുര മാങ്കാട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനുള്ളിലെ ഉപയോഗിക്കാതെ കിടന്ന കിണറ്റിനുള്ളിൽ കാട്ടുപോത്തിനെ അകപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. റബ്ബർ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് ഈ കാട്ടുപോത്തിനെ കാണുന്നത്. ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഇവരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് RRT സംഘം അടക്കമുള്ളവർ എത്തി ഇന്ന് രാവിലെ മുതൽ ഈ കാട്ടുപോത്തിനെ കിണറ്റിൽ നിന്ന് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. 15 അടിയോളം താഴ്ച ഉണ്ടായിരുന്നു ഈ കിണറിന്. അതുകൊണ്ട് തന്നെയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച ഈ കിണറ്റിന് സമീപമായി മറ്റൊരു സമാന്തര പാത കൂടി ഉണ്ടാക്കി അതിനകത്ത് കൂടി കാട്ടുപോത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഈ സമാന്തരമായി നിർമ്മിക്കുന്ന പാത ഈ കിണറ്റിൻ്റെ അകത്തേക്ക് എത്തിയെങ്കിൽ പോലും കാട്ടുപോത്തിന് അതിൻ്റെ അകത്ത് നിന്ന് കയറാൻ സാധിച്ചിരുന്നില്ല. കാരണം അതിൻ്റെ കാലിന് ഉൾപ്പെടെ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 15 അടിയോളം താഴ്ചയുണ്ട് ഈ കിണറിന്. അപ്പോൾ ഈ കിണറ്റിലേക്ക് വീണപ്പോൾ, രാത്രി എങ്ങാനും ഈ കിണറ്റിലേക്ക് വീണപ്പോൾ അതിൻ്റെ കാലിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ച് മുൻപാണ് ഈ കാട്ടുപോത്തിനെ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിരിക്കുന്നത്. JCBയിൽ വടം കെട്ടി അത് കാട്ടുപോത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ശേഷമാണ് അവിടെ നിന്ന് വലിച്ചിപ്പോൾ കരയ്ക്ക് കയറ്റിയിരിക്കുന്നത്. പ്രതീക്ഷ ഇനി ചികിത്സ നൽകി വനമേഖലയിലേക്ക് തിരികെ വിടാനായിരിക്കും പദ്ധതിയല്ലേ? അത് തന്നെയാണ് പ്രതീക്ഷ. കാരണം കുറച്ച് മുൻപ് വരെ ഈ ഒരു സമാന്തര പാത നിർമ്മിച്ചിട്ട് പോലും കാട്ടുപോത്തിന് കയറാൻ സാധിക്കാത്തത് കൊണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷം കരയിലേക്ക് കയറ്റാമെന്നായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ പിന്നീടാണ് ഈ JCBയിൽ മണ്ണുമാന്തി യന്ത്രത്തിൽ കയർ കെട്ടിയിട്ട് ആ ഒരു വടം ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ കാട്ടുപോത്തിന് നല്ല മഴയാണ്. കാരണം വിതുര മാങ്കാട് പ്രദേശത്തൊക്കെ തന്നെ കുറച്ച് മുൻപ് ശക്തമായ മഴയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാട്ടുപോത്തിനെ ഇപ്പോൾ കരയ്ക്കെത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കാരണം കാട്ടുപോത്തിനെ ഇപ്പോൾ അവശനായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കരയ്ക്ക് കയറ്റി അവിടെ അതിനെ നിർത്താൻ സാധിക്കുന്നത്. ആ ഒരു അവശത മാറിക്കഴിഞ്ഞാൽ കാട്ടുപോത്ത് എങ്ങനെ പെരുമാറുമെന്നോ മറ്റുള്ളവരെ ആക്രമിക്കുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മയക്കുവെടി വെക്കണോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും ഈ കാട്ടുപോത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, അതിലല്ല തുടർ ചികിത്സ നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. അതായത് JCBയിൽ വടം കെട്ടിയ ശേഷം വലിച്ച് കയറ്റുകയായിരുന്നു. അങ്ങനെ ഈ വലിച്ച് കയറ്റുമ്പോഴോ മറ്റോ ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാണുമായിരിക്കും അല്ലേ? ക്ഷതമേറ്റിട്ടുണ്ടാകും. പ്രജീഷ്, ഈ രാവിലെയോട് കൂടി ഈ ഒരു കാട്ടുപോത്തിനെ ഈ കിണറ്റിനുള്ളിൽ കാണപ്പെട്ട സമയം മുതൽ തന്നെ കാട്ടുപോത്ത് അവശനായിരുന്നു. കാരണം 15 അടിയോളം താഴ്ചയുണ്ട് ഈ ഒരു കിണറിനെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ മാങ്കാട് പ്രദേശത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ കിണറുള്ള സ്ഥലമെന്ന് പറയുന്നത് വനത്തിനോട് ഏറ്റവും ചേർന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു പറമ്പിൻ്റെ അതിർത്തി പോലും വനവുമായാണ് പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും കാട്ടുപോത്തും വന്യമൃഗങ്ങളും ഒക്കെ തന്നെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സാഹചര്യത്തിലായിരിക്കണം ഇന്നലെ രാത്രി എങ്ങാനും ഈ ഒരു കാട്ടുപോത്ത് ഈ കിണറ്റിൽ അകപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇന്നലെ രാത്രിയാണോ അല്ല അതിന് മുമ്പുള്ള ദിവസമാണോ അകപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ ഒരു സംശയമുണ്ട്. കാരണം ഈ റബ്ബർ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് ഇന്ന് രാവിലെ ഈ കാട്ടുപോത്തിനെ ഈ കിണറ്റിനുള്ളിൽ കണ്ടെത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മഴയായതുകൊണ്ട് ടാപ്പിംഗ് ഒന്നും നടന്ന സ്ഥലമല്ല വിതുര പ്രദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തൊഴിലാളി പറമ്പിലേക്ക് പോകുന്നതും ഈ ടാപ്പിങ്ങിനിടെയാണ് ഈ ഒരു കാട്ടുപോത്തിനെ കിണറ്റിനുള്ളിൽ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ കാട്ടുപോത്തിനെ കിണറ്റിൽ കണ്ട സമയം മുതൽ തന്നെ ഈ കാട്ടുപോത്ത് അവശനായിരുന്നു. പക്ഷേ ഈ ഒരു സമാന്തര പാത നിർമ്മിച്ച് കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് അത് നടക്കാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം കാട്ടുപോത്ത് ഈ കിണറ്റിൽ കിടക്കുന്ന 15 അടിയോളം താഴ്ചയിൽ മറ്റൊരു കുഴി നിർമ്മിച്ച ഇതിനകത്തേക്ക് പോയിട്ട് പോലും കാട്ടുപോത്തിന് അതിനകത്ത് കൂടി ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്, കരയ്ക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ JCB ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രത്തിൽ വടം കെട്ടി വലിച്ചുകൊണ്ട് ഈ കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റേണ്ടി. എന്തായാലും അതിലും ആവശ്യമായിരിക്കണം. കാരണം ഇതിൻ്റെ ശരീരത്തിലാണ് നേരത്തെ നമ്മൾ ടെക്നോസിറ്റിയിലൊക്കെ ഇറങ്ങിയ കാട്ടുപോത്തിനെ പിടിക്കുന്ന സമയത്തൊക്കെ കണ്ടതാണ്. ഈ കാട്ടുപോത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കുതറി ഓടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴുത്തിലൂടെയാണ്, ഇതിൻ്റെ കഴുത്തിലും ശരീരത്തിലും കൂടി ഇറുകി കിടക്കുന്ന രീതിയിലാണ് വടം കെട്ടുന്നത്. ഈ വടത്തിനെയാണ് മറ്റൊരു വടം ഉപയോഗിച്ച് JCBയിൽ കെട്ടിക്കൊണ്ട് ഇതിനെ വലിച്ച് കരയ്ക്കും കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശാരീരിക അവശതകൾ എന്തായാലും ഈ കാട്ടുപോത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ജിബിൻ, ആളുകളൊക്കെ ഈ സംഭവം പറഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയോ? പ്രജീഷ്, ഈ മാങ്കാല പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിതുര ഫോറസ്റ്റിന് വളരെയധികം ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന്
കീഴിൽ വരുന്ന പ്രദേശമാണ് ഈ വിതുര മാങ്കാല എന്ന് പറയുന്നത്. ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയൊക്കെ തന്നെ തൊട്ടടുത്തായി ഉണ്ട്. അതുമാത്രമല്ല ഈ പറമ്പ് എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തിനെ ഇന്ന് രാവിലെ കണ്ടെത്തുന്ന പറമ്പ് എന്ന് പറയുന്നത് വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന, ഈ ഒരു പറമ്പിൻ്റെ അതിർത്തി പോലും വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനസാന്ദ്രതയുള്ള മേഖലയൊന്നുമല്ല. പക്ഷേ ഈ ഒരു വിവരം അറിയിച്ചതിന് ശേഷം, കാരണം ഒരു കാട്ടുപോത്താണ് ഈ വിതുര മേഖലയിലൊക്കെ തന്നെ കാട്ടുപോത്തിൻ്റെ അക്രമം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി തന്നെ വലിയ രീതിയിൽ രൂക്ഷമാണ്. നേരത്തെ നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിതുര മാങ്കാല പ്രദേശത്തും അതുപോലെ തന്നെ പുടിയക്കാല പ്രദേശത്തും ഒക്കെ തന്നെ കാട്ടുപന്നിയുടെ അക്രമം കാരണം അവശനിലയിലായ പല വ്യക്തികളുമുണ്ട്. ഒരു 76 വയസ്സുകാരൻ്റെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കുടൽമാല പോലും പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു അക്രമമൊക്കെ തന്നെ ഏകദേശം 3-4 മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കാട്ടുമൃഗശല്യം രൂക്ഷമായൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാട്ടുപോത്ത് ഇതിനുള്ളിൽ അകപ്പെട്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ പോലും, കാര്യം വിതുര എന്ന് പറയുന്ന ഒരു സ്ഥലം വലിയ ജനസാന്ദ്രതയുള്ള മേഖലയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുടിയക്കാലയായാലും മാങ്കാലയായാലും അങ്ങനെയുള്ള പ്രദേശത്തൊക്കെ തന്നെ വളരെ അപൂർവമായി മാത്രമാണ് വീടുകൾ കാണുക. കാരണം ഓരോ സെറ്റിൽമെൻറ്റ് ഏരിയകളാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാട്ടുപോത്ത്, കാരണം ഇവർക്കെല്ലാവർക്കും കഴിഞ്ഞ കുറേ നാളുകളെ ഈ കാട്ടുപോത്തിൻ്റെ ശല്യം വലിയ രീതിയിൽ തന്നെ ഇവരെല്ലാവരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു കാട്ടുപോത്ത് ഇതിനുള്ളിൽ അകപ്പെട്ടെന്ന് അറിഞ്ഞതിന് ശേഷം എന്തായാലും ഈ ഒരു കനത്ത മഴയിൽ പോലും ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കൂടി സുരക്ഷ കണക്കാക്കിക്കൊണ്ടാണ് RRT സംഘവും പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഈ കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചു. കാരണം കുഴിയെടുക്കുന്ന ആ ഒരു വശത്ത് അവരേക്ക് നിർത്താതെ കുഴിയുടെ മറുവശത്തേക്കാണ് ഈ കാണാനായി എത്തിയ ആൾക്കാരെ മുഴുവൻ അവർ ക്രമീകരിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, ശരി, ജിബിൻ ജിബിയാണ് വിവരങ്ങൾ നൽകിയത്. വിതുരയിൽ ഉപയോഗശൂന്യമായിട്ടുള്ള കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത്. അങ്ങനെ കാട്ടുപോത്തിനെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കരയിലേക്ക് കയർ ഉപയോഗിച്ച് കെട്ടി എത്തിച്ചിട്ടുണ്ട്.